എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാല് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 250 ml കപ്പാണ്. അതിലാണ് ഞാൻ ഒരു കപ്പ് പാലെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ അരക്കപ്പിനടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാരയൊക്കെ നമ്മുടെ പാലിൽ ഒന്ന് അലിഞ്ഞ് ചേരണം. പിന്നെ പാല് നന്നായൊന്ന് ചൂടായും വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല സ്വാദ് കിട്ടാനാണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടുപ്പത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഈ സ്നാക്ക് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് അപ്പത്തിന് പത്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പൊടി വാങ്ങാൻ കിട്ടില്ലേ, അങ്ങനത്തെ പൊടി എടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പാലിൽ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമാവും. അതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് ഇത് ചെറുതായിട്ട് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ വേണം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചൂടാറാനൊക്കെ വെച്ചു. ഇപ്പോൾ ഇത് ചൂടൊക്കെ അത്യാവശ്യം ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നിർബന്ധമില്ല അങ്ങനെ ചെയ്യണമെന്ന്. കാരണം നമ്മൾ അടുപ്പത്തിട്ട് നന്നായിട്ടിത് വേവിച്ചാണ് എടുത്തത്. ഇനി ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ റോള് പോലെ ആക്കി എടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഉരുട്ടിയിട്ട് ജസ്റ്റ് കട്ട്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. പിന്നെ എല്ലാം ഒരേപോലെ ഷേപ്പിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ പരത്തിയത്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, സാധാരണ പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സ്നാക്ക് ഓരോന്നും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, എല്ലാം കൂടി കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒരു 4 മിനിറ്റ് ആവി കൊള്ളിക്കുക. അപ്പോൾ ഒത്തിരി നേരം ആവി കൊള്ളേണ്ട ആവശ്യമില്ല, ഒരുപാട് നേരം ആവിയിൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 മിനിറ്റൊക്കെ ധാരാളം മതിയാവും. അപ്പോൾ 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഒരുപാട് നേരം നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇത് ഹാർഡായി പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു 4 മിനിറ്റ് വെക്കുക. പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രം അടച്ച് വെക്കുമ്പോൾ അത് ഇതുപോലൊരു തുണി വെച്ചിട്ട് കവർ ചെയ്യുക. അതിൻ്റെ അടപ്പ് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം വീഴില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ തുണി വെച്ച് കവർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് അടുപ്പത്ത് നിന്ന് എടുത്തു. ഇനി നമുക്ക് ഇത് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ തേങ്ങ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അതും അല്ലെങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചതിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്, ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കടിക്കുമ്പോൾ. അപ്പോൾ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും ബുദ്ധിമുട്ടില്ല. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കഴിക്കുമ്പോൾ തന്നെ അത് വായിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.